മാഗ്നറ്റ് എന്ന ഹിറ്റിന് ശേഷം നിസാൻ പുതിയ 7 സീറ്ററുമായി എത്തിയിരിക്കുകയാണ്. നിസാൻ ഗ്രാവൈറ്റ്. റെനോ ട്രൈബറിൻ്റെ CMF-A+, അതേ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് നിസാൻ ഗ്രാവൈറ്റും ഒരുക്കിയിരിക്കുന്നത്. ഗ്രാവിറ്റിയുടെ ഉള്ളിലേക്ക് കയറിയാൽ ആദ്യം അട്രാക്ട് ചെയ്യുന്നത് ഈ ഡ്യുവൽ ടോൺ ഡാഷ്ബോർഡാണ്. 20.32 സെൻറ്റിമീറ്റർ, അതായത് 8 ഇഞ്ച് ഫ്ലോട്ടിംഗ് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഒക്കെ ഉണ്ട്. ഡ്രൈവർക്കായി കാണുന്ന 7 ഇഞ്ച് ഫുൾ ഡിജിറ്റൽ അഡ്വാൻസ്ഡ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും ഉണ്ട്. ഇതിൽ നമുക്ക് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം അടക്കമുള്ള വിവരങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ടോപ്പ് വേരിയൻറ്റിൽ വയർലെസ് ചാർജർ, പുഷ് ബട്ടൺ സ്റ്റാർട്ടോട് കൂടിയ പ്രീമിയം ഐക്കി, പിന്നെ ഡ്രിങ്ക്സ് ഒക്കെ തണുപ്പിച്ച് സൂക്ഷിക്കാൻ കൂൾഡ് കമ്പാർട്ട്മെൻറ്റുകൾ എന്നിവയൊക്കെ ഗ്രാവിറ്റിയിലുണ്ട്. ഈ പ്ലഷ് സ്യൂഡ് ആൻഡ് ലെതറൈറ്റ് സീറ്റുകൾ ലോങ് ഡ്രൈവ്സിൽ നല്ല കംഫർട്ടും തരും. ഒരു 7 സീറ്ററിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ സ്പേസാണ്, ലെഗ് സ്പേസ്. ഈ കാണുന്ന സെക്കൻഡ് റോ, ഈ സെക്കൻഡ് റോ നമുക്ക് റിക്ലൈനറായി യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇരിക്കുമ്പോൾ കുറച്ചും കൂടി കംഫർട്ടായിരിക്കും. ഇനി ഞാനിരിക്കുന്ന ഈ തേർഡ് റോ, ഇവിടെ നമുക്ക് ലഗേജൊക്കെ സൂക്ഷിക്കണമെങ്കിൽ ഇത് അഴിച്ചു മാറ്റിയാൽ 625 ലിറ്റർ കപ്പാസിറ്റി ഉണ്ട് ഇതിൻ്റെ ബൂട്ട് സ്പേസിന്. നമുക്ക് തിരിച്ച് വീണ്ടും ഇത് അതുപോലെ തന്നെ തിരിച്ച് വെക്കുകയും ചെയ്യാം. ഇനി വണ്ടിയുടെ പെർഫോമൻസ് സൈഡ് നോക്കിയാൽ 1.0 ലിറ്റർ 3 സിലിണ്ടർ നാച്ചുറൽ ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് നിസാൻ ഗ്രാവിറ്റിൻ്റേത്. $71 bhp പവറും 96 Nm ടോർക്കുമാണ് ഈ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സും അതോടൊപ്പം സിറ്റി ഡ്രൈവിംഗ് എളുപ്പമാക്കാനായിട്ട് 5 സ്പീഡ് EZ ഷിഫ്റ്റ് AMT ഓട്ടോമാറ്റിക് ഓപ്ഷനും ഇതിലുണ്ട്. ഒരു ഫാമിലി MPV നോക്കുമ്പോൾ മൈലേജിനാണ് പ്രയോറിറ്റി. മാനുവലിന് 19.3 km/ലിറ്ററും ഓട്ടോമാറ്റിക്കിന് 19.6 km/ലിറ്ററുമാണ് കമ്പനി പറയുന്നത്. പ്രാക്ടിക്കൽ കണ്ടീഷനിൽ നല്ലൊരു ആവറേജ് മൈലേജ് പ്രതീക്ഷിക്കാം. പിന്നെ കൂടുതൽ ലാഭം ആഗ്രഹിക്കുന്നവർക്കായി നിസാൻ ഇതിൻ്റെ ട്വിൻ സിലിണ്ടർ ടെക്നോളജിയുള്ള CNG വെർഷനും ഉടൻ തന്നെ ഇറക്കാൻ പ്ലാനുണ്ട്. പിന്നെ സേഫ്റ്റിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സ്റ്റാൻഡേർഡായി തന്നെ 6 എയർ ബാഗുകൾ ഇതിലുണ്ട്. അതോടൊപ്പം ESP, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ്, ABS, EBD, ഫ്രണ്ട് ആൻഡ് റിയർ പാർക്കിംഗ് സെൻസറുകൾ എല്ലാം ഇതിലുണ്ട്. കേരളത്തിൽ ഗ്രാവിറ്റിൻ്റെ ഓൺ റോഡ് പ്രൈസ് ആരംഭിക്കുന്നത് 6.5 ലക്ഷം രൂപ മുതലാണ്. ടോപ്പ് വേരിയൻറ്റിന് 9.9 ലക്ഷം രൂപ വരെ വരാം. ഫീച്ചറുകളും വിലയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ എൻ കണക്റ്റ അല്ലെങ്കിൽ ടെക്നോ വേരിയൻസ് ആണ് വാല്യൂ ഫോർ മണിയായി കരുതുന്നത്. ഇനി ഗ്രാവിറ്റി ലോൺ എടുത്ത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെറിയൊരു EMI ടിപ്പ് തരാം. ഏകദേശം 1.5 ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റിൽ 9% പലിശയോടെ 5 വർഷത്തേക്ക് ലോൺ എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് 9,500 രൂപ മുതൽ 11,000 രൂപ വരെ EMI വരും. ചുരുക്കം പറഞ്ഞാൽ റെനോ ട്രൈബറിന് ഏറ്റവും മികച്ച എതിരാളിയായി നിസാൻ അവതരിപ്പിച്ചിരിക്കുന്ന കിട്ടില്ലം പാക്കേജാണ് ഗ്രാവൈറ്റ്. വലിയൊരു കുടുംബത്തിന് ചെറിയൊരു ബഡ്ജറ്റ് വണ്ടി നോക്കുകയാണെങ്കിൽ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഗ്രാവൈറ്റ്. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.